Good morning, students. In the last class, we discussed about different types of models used in e-commerce areas. When we think about a business or a firm that produces a product or good and then sells it to a customer, we can select the model of that e-commerce application. നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബൈ ചെയ്യാനായിട്ടൊരു ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ആ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഏത് ടൈപ്പ് മോഡൽ ഓഫ് ഇ കൊമേഴ്സ് ആണെന്നുള്ളത് നമ്മൾ ആദ്യമേ ഡിസൈഡ് ചെയ്യണം. നമ്മളങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒരു 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് മോഡൽസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ബിസിനസ് മോഡൽസ് ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദീസ് എമർജിങ് മാർക്കറ്റ്സ്. അതായത് ഈ എമർജിങ് ഇ കൊമേഴ്സ് ഏരിയാസിൽ കാണുന്ന 2 മോഡൽസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ കൺസ്യൂമർ ടു കൺസ്യൂമർ, ദാറ്റ് ഈസ് C2C. ബിസിനസ് മോഡൽസ് കൺസ്യൂമർ ടു കൺസ്യൂമർ, C2C ബിസിനസ് പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം കൺസ്യൂമേഴ്സ് ടു സെൽ ടു ഈച്ച് അതർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബിസിനസ് ടു കൺസ്യൂമർ ഉണ്ട്, കൺസ്യൂമർ ടു ബിസിനസ് ഉണ്ട്, ദെൻ ബിസിനസ് ടു ഗവൺമെൻറ് കണ്ടു. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ കണ്ടു. ദെൻ കൺസ്യൂമർ ടു കൺസ്യൂമർ ഒരു ബിസിനസ് മോഡലുണ്ട്, C2C മോഡൽ. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ബിസിനസ്സിൻ്റെ ഹെൽപ്പോടുകൂടി കൺസ്യൂമർ ടു കൺസ്യൂമർ ഇൻറ്ററാക്ഷൻസ് ആണ്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ eBay.com എന്ന് പറയുന്ന വെബ്സൈറ്റ് നമുക്ക് അതിനൊരു എക്സാമ്പിളായിട്ട് പറയാം. അതായത് ഒരു കൺസ്യൂമർ വേറൊരു കൺസ്യൂമറായിട്ടാണ് കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നത്, അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു കൺസ്യൂമറും വേറൊരു കൺസ്യൂമറും തമ്മിലാണ്. അപ്പോൾ കൺസ്യൂമേഴ്സ് ഹു വുഡ് നോട്ട് ലൈക്ക് ടു അറ്റൻഡ് ഇൻ ഓപ്ഷൻ ബട്ട് സ്റ്റിൽ വാണ്ട് ടു ബൈ യൂസ്ഡ് പ്രോഡക്റ്റ് ക്യാൻ വിസിറ്റ് half.com. നമ്മളൊരു സൈറ്റ്, വേറെ ഏതെങ്കിലും ഒരു സൈറ്റ് പറയുകയാണെങ്കിലും കൺസ്യൂമേഴ്സിന് അറ്റൻഡ് ചെയ്യേണ്ടാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻസും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലായാലും അല്ലെങ്കിൽ മണി ബാങ്കിങ്ങിലായാലും എന്ത് ആപ്ലിക്കേഷൻ ആയാലും കൺസ്യൂമർ ടു കൺസ്യൂമർ ടൈപ്പ് ബിസിനസ് മോഡൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു എക്സാമ്പിളാണ് eBay.com എന്ന് പറയുന്ന വെബ്സൈറ്റ്. ദെൻ ഒരു എമർജിങ് മാർക്കറ്റ്സിൽ കാണുന്ന അല്ലെങ്കിൽ എമർജിങ് ഇ കൊമേഴ്സ് ഏരിയാസിൽ കാണുന്ന ഒരു ബിസിനസ് മോഡലാണ് പിയർ ടു പിയർ, ദാറ്റ് ഈസ് P2P. ലൈക്ക് ദ C2C മോഡൽസ്, P2B business model connect users and enabling them to share files and computer resources without a common server. ഇപ്പോൾ കൺസ്യൂമർ അല്ലെങ്കിൽ കൺസ്യൂമർ ടു കൺസ്യൂമർ നമ്മൾ പറഞ്ഞു, C2C കൺസ്യൂമറും തമ്മിലുള്ള ഡയറക്റ്റ് ഇൻട്രാക്ഷൻസ് ആണ് ത്രൂ ബിസിനസ് മോഡൽസ് കൂടെ. അതുപോലെ തന്നെ പിയർ ടു പിയർ ഉണ്ട്. പിയറിൽ വർക്ക് ചെയ്യുമ്പം ഒരു കോമൺ സെർവർ ഇല്ലാതെ തന്നെ നമുക്ക് റിസോഴ്സസും ഫയൽസും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. The focus in P2P companies is on helping individuals make information available for anyone's use by connecting users on the web. നമ്മൾ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പർട്ടിക്കുലർ ഒരു വെബ് സെർവർ അല്ലെങ്കിൽ ഒരു കോമൺ സെർവർ ഇല്ലാണ്ട് തന്നെ പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഹിസ്റ്റോറിക്കലി പിയർ ടു പിയർ സോഫ്റ്റ്വെയർ ടെക്നോളജി ഹാസ് ബീൻ യൂസ്ഡ് ടു അലോ ദ ഷെയറിംഗ് ഓഫ് കോപ്പിറൈറ്റഡ് മ്യൂസിക് ഫയൽസ് ഇൻ വയലേഷൻ ഓഫ് ഡിജിറ്റൽ കോപ്പിറൈറ്റ് ലോ. നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്നത് പിയർ ടു പിയർ സോഫ്റ്റ്വെയർ ടെക്നോളജി കോപ്പിറൈറ്റ് മ്യൂസിക് ഫയൽസിലൊക്കെയാണ്. എന്തെങ്കിലും ഡിജിറ്റൽ കോപ്പിറൈറ്റ് ലോ അങ്ങനത്തെ ഇല്ലീഗൽ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഫയൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ പിയർ ടു പിയർ സോഫ്റ്റ്വെയർ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൺ ദ ഏരിയ ഓഫ് ഗ്രോത്ത് ഓഫ് പിയർ ടു പിയർ ബിസിനസ് മോഡൽ ഈസ് ദ യൂസ് ഓഫ് ദിസ് ടെക്നോളജി ഫോർ ദ കോർഡിനേഷൻ ഓഫ് വർക്ക് ഇൻ എ ഫേം. ഇപ്പോൾ അവർ ആ ബിസിനസ് ടു ബിസിനസ് മോഡലിൽ അല്ലെങ്കിൽ കൺസ്യൂമർ ടു കൺസ്യൂമർ മോഡലിൽ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടും ഈ പിയർ ടു പിയർ ബിസിനസ് മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എ ഫേം ക്യാൻ ബിൽഡ് ക്ലയൻറ്റ് ആൻഡ് സെർവർ സോഫ്റ്റ്വെയർ ദാറ്റ് ഹെൽപ്സ് എംപ്ലോയീസ് ഷെയർ ഫയൽസ്, കലണ്ടേഴ്സ്, വർക്ക് ഷെഡ്യൂൾസ് ആൻഡ് പ്ലാൻസ് വിത്തൗട്ട് ബർഡറിങ് സെൻട്രൽ സെർവേഴ്സ്. ഇപ്പോൾ ഒരു എംപ്ലോയീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഒരു ബിൽഡിങ് വരുമ്പോൾ ഒരു ക്ലയൻറ്റ് ആൻഡ് സെർവർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ക്ലയൻസുകൾക്ക് ഫയൽസ് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ വർക്ക് ഷെഡ്യൂൾസ് കൊടുക്കാനോ പ്ലാൻ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് സെൻട്രൽ സെർവേഴ്സിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പിയർ ടു പിയർ മോഡലിൽ പോസിബിൾ ആണ്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്ന കൊമേഴ്സ് ബിസിനസ് മോഡൽ. കൊമേഴ്സ് ഓർ പ്രിസൈസ്ലി മൊബൈൽ കൊമേഴ്സ് ബിസിനസ് മോഡൽ പെർമിറ്റ്സ് മൊബൈൽ ആക്സസ് ടു ദ വെബ്. നമ്മൾ വെബ് പ്രോഗ്രാമിംഗ് ഒക്കെ യൂസ്വലി കമ്പ്യൂട്ടറിലാണ് ചെയ്യുക, പക്ഷേ മൊബൈൽ ആപ്ലിക്കേഷൻസ് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് മൊബൈൽ കൊമേഴ്സ് ബിസിനസ് മോഡൽ യൂസ് ചെയ്യുന്നത്.
വയർലെസ് നെറ്റ്വർക്ക് യൂട്ടിലൈസ് ന്യൂലി അവൈലബിൾ ബാൻഡ്വിഡ്ത്ത് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ടു കണക്ട് മൊബൈൽ യൂസേഴ്സ് ടു ദ ഇൻ്റർനെറ്റ്. മൊബൈൽ ഇൻ്റർനെറ്റുമായി കണക്റ്റഡ് ആയിട്ടുള്ള അങ്ങനെ യൂസ് ചെയ്യുന്ന യൂസേഴ്സിനും ഈ എം-കൊമേഴ്സ് ബിസിനസ് മോഡൽസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. The main advantage of m-commerce is that it provides internet access to anyone, anytime and anywhere using wireless devices. വയർലെസ് ഡിവൈസസ് യൂസ് ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും എനി ടൈം എനിവെയർ എനിവൺ ക്യാൻ ആക്സസ് ദിസ് എം-കൊമേഴ്സ് ബിസിനസ് മോഡൽസ്. ദ കീ ടെക്നോളജി ഹിയർ ദ ടെലിഫോൺ ബേസ്ഡ് 3G or 4G or Wi-Fi and Bluetooth. അതിൽ നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ അതുപോലെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന 3G or 4G ആയിരിക്കണം, വൈഫൈ കണക്ഷൻ ഓർ ബ്ലൂടൂത്ത് കണക്ഷനൊക്കെ നമുക്ക് വേണം. എന്നാൽ മാത്രമാണ് ഈ എം-കൊമേഴ്സ് ബിസിനസ് മോഡൽ ആപ്ലിക്കബിൾ ആവുള്ളൂ. In general, wireless web technology will enable the extension of existing web business model to service the mobile workforce and consumer for the future. നമുക്ക് വെബ് ബിസിനസ് മോഡൽസ് ഇനി മൊബൈൽ വർക്കിൻ്റെ രൂപത്തിൽ, അപ്പോൾ നമുക്കറിയാം കുറേ പേര് വർക്ക് ചെയ്യുന്ന മൊബൈലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ടൈപ്പ് മോഡൽസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എം-കൊമേഴ്സ് ബിസിനസ് മോഡൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്സ് എമർജിങ് ഇ-കൊമേഴ്സ് ഏരിയാസ് ഉണ്ട്. C2C ബിസിനസ് മോഡൽ, പിയർ ടു പിയർ, then last one m-commerce, that is mobile commerce business models. Okay, the next one we have to study about the application of e-commerce. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത് ഇ-കൊമേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് തന്നെയാണ്. കാരണം ട്രഡീഷണൽ കൊമേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഷോപ്പിലേക്ക് പോയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യണം. നമുക്ക് ഇ-കൊമേഴ്സ് ആണെങ്കിൽ ഇലക്ട്രോണിക് കൊമേഴ്സ് ആണ്, ഓൺലൈനായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. എനിവെയർ എനി ടൈം നമുക്ക് എനി പേഴ്സണ് ഇത് ആക്സെപ്റ്റബിൾ ആണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് ആണ്. ഫസ്റ്റ്, ദ മേജർ ആപ്ലിക്കേഷൻ ഓഫ് ഇ-കൊമേഴ്സ് ആർ ഡിസ്കസ്ഡ് ബിലോ. ഫസ്റ്റ് വൺ, ഇലക്ട്രോണിക് കൊമേഴ്സ് ആൻഡ് ബാങ്കിങ്. Bank now have a variety of technological devices to initiate online banking program without investing huge investment. നമുക്കറിയാം ഇപ്പോൾ ബാങ്കിലൊക്കെ ടെക്നോളജിക്കൽ ഡിവൈസസ് യൂസ് ചെയ്ത് അവർ ഓൺലൈൻ ബാങ്കിങ് പ്രോഗ്രാംസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. നമ്മുടെ ഉള്ള അക്കൗണ്ടിൽ ഒരു മണി ട്രാൻസാക്ഷനൊക്കെ ഓൺലൈൻ ബാങ്കിങ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ദ റിച്ച് ആൻഡ് ഡെലിവറി കേപ്പബിലിറ്റി ഓഫ് ദ ഇൻ്റർനെറ്റ് ഹെൽപ്പ് ദ ബാങ്ക്സ് ടു lot to move on online banking so that customers can manage their money anywhere anytime. ഇപ്പം ഓൺലൈൻ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ അക്കൗണ്ടിലുള്ള മണി നമുക്ക് ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. കറസ്പോണ്ടിങ് നമ്മൾ മൊബൈൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. അതിൽ OTP ചോദിക്കുമ്പോൾ OTP വരും. അത് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുത്ത് മൊബൈൽ ട്രാൻസാക്ഷൻസ് ത്രൂ ബാങ്കിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇലക്ട്രോണിക് കൊമേഴ്സ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് പറയാം. കാരണം ഈ ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി ആൻഡ് യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് വെബ്സൈറ്റ് ഫെസിലിറ്റേറ്റ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ടു ബി ഡൺ ഓൺലൈൻ. നമുക്ക് ഈ കാര്യങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഒരു ഷോപ്പിൽ ചെന്ന് വാങ്ങി അവിടെ വെച്ച് പൈസ കൊടുത്ത് അങ്ങനെ ഒരു കാര്യമേ വരുന്നില്ല. നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ത്രൂ നമുക്ക് ഓൺലൈൻ പർച്ചേസിങ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് എനേബിൾസ് ഓൺലൈൻ ഡെലിവറി ഓഫ് ബുക്ക്ലെറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ ടു കസ്റ്റമേഴ്സ്. അപ്പോൾ നമുക്കത് എനേബിൾ ചെയ്യുമ്പം ഓൺലൈൻ ഡെലിവറി വരുന്നുണ്ട്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഒരു മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ത്രൂ ഓൺലൈൻ ബാങ്കിങ് കസ്റ്റമേഴ്സ് ക്യാൻ ആക്സസ് ദെയർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. കസ്റ്റമേഴ്സിന് ഓൺലൈൻ ബാങ്കിങ് ചെയ്യുമ്പോഴും അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് ദ എബിലിറ്റി ടു ട്രാൻസ്ഫർ ഫണ്ട് ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ. അതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ത്രൂ ഓൺലൈൻ പേയ്മെൻറ്റ് വഴി നമുക്ക് ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ പ്രസൻമെൻറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് വേരിയസ് ബിൽസ്. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ബാങ്കിങ് ത്രൂ നമ്മൾ ഓൺലൈൻ ഇപ്പോൾ മൊബൈൽ ഫോൺ ആയാലും റീചാർജ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടെലിഫോൺ ബില്ല് പേ ചെയ്യാം. BSNL സൈറ്റിൽ കയറി നമുക്ക് ഓൺലൈൻ ബാങ്കിങ് ചെയ്യാം. ദെൻ കറണ്ട് ബില്ല് അടയ്ക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൺലൈൻ ബാങ്കിങ്ങിൽ നമുക്ക് വേരിയസ് ബിൽസ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ കസ്റ്റമേഴ്സ് ആർ ഓൾസോ ഗിവൺ ദ ഫെസിലിറ്റി ടു മേക്ക് പേയ്മെൻറ്റ് ഈസിലി യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലും ഈസി ആയിട്ട് കസ്റ്റമേഴ്സിന് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓൺലൈൻ ബാങ്കിങ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്ത് കാര്യത്തിലും നമുക്ക് ബാങ്കിങ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്കിത് നമ്മളുടെ വീട്ടിലിരുന്ന് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൊബൈൽ ഇലക്ട്രോണിക് കൊമേഴ്സ് ആൻഡ് ബാങ്കിങ് എന്നുള്ളതാണ് ഇ-കൊമേഴ്സിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയാം. ദെൻ സെക്കൻഡ് വൺ, ഇലക്ട്രോണിക് കൊമേഴ്സ് ആൻഡ് റീറ്റെയിലിംഗ്.
Another important application area of electronic commerce is retailing. Retailing is expected to change with the rapid development of a new online sales and distribution channels. നമുക്കറിയാം കസ്റ്റമേഴ്സ് ഇപ്പോൾ ഷോപ്പിൽ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അതൊരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് പറ്റുള്ളൂ. നമുക്ക് ആ പർട്ടിക്കുലർ ടൈമിൽ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു വെഹിക്കിളിൽ നമ്മളവിടെ പോകുന്നു, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ നമുക്ക് ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ എന്തായി, ഇതിനൊക്കെ ചേഞ്ചായി. ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ കസ്റ്റമേഴ്സ് അവിടെ സ്റ്റോറിൽ പോകുന്നു, ലൊക്കേറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് വാങ്ങുന്നു. ബട്ട് ഇ കൊമേഴ്സ് സിനാരിയോയിൽ റീറ്റെയിലർ ഗോയിങ് ടു ദ കസ്റ്റമർ, ദ ഓൾ കൺസെപ്റ്റ് ഈസ് റിവേഴ്സ്ഡ് അല്ലേ. വിൽക്കുന്ന ആൾ നമുക്ക് കൊണ്ടുവന്ന് തരികയാണ് ചെയ്യുക. നമ്മൾ ഓൺലൈനായിട്ട് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അയാൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുതരികയാണ് ചെയ്യുക. അപ്പോൾ നേരെ ട്രഡീഷണൽ ഇ കൊമേഴ്സിൽ നിന്ന് ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേഞ്ച്ഡ് സർക്കംസ്റ്റൻസ് സിനാരിയോ എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, പ്രൊഡക്റ്റ്. എ റീറ്റെയിലർ ഹാസ് ടു ഡെവലപ്പ് പ്രൊഡക്ട്സ് വിച്ച് ആർ സ്യൂട്ടബിൾ ഫോർ ഓൺലൈൻ റീറ്റെയിലിംഗ്. അപ്പോൾ ഒരു റീറ്റെയിലറാണ് പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത്, ഓൺലൈൻ ട്രേഡിങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്തൊക്കെ ടൈപ്പ് പ്രൊഡക്ട്സ് ആണ് ഓൺലൈൻ ട്രാൻസാക്ഷൻസിന് അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസിങ്ങിന് ആപ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ റീറ്റെയിലർ ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രോസസ്സാണ്. റീറ്റെയിലർ ഹാസ് ടു സ്റ്റഡി ദ വേരിയസ് പ്രോസസ്സസ് ഇൻവോൾവ്ഡ് ഇൻ ഷോപ്പിംഗ് ബൈ എ കസ്റ്റമർ ആൻഡ് ഓൾ ദാറ്റ് പ്രോസസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ന്യൂ മോഡൽ ഓഫ് ഓൺലൈൻ റീറ്റെയിലിംഗ് ഓൾസോ. ഇപ്പോൾ റീറ്റെയിലറിന് പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ റീറ്റെയിലിംഗ് ചെയ്യാനുള്ള, ഓൺലൈൻ റീറ്റെയിലിംഗ് ചെയ്യാനുള്ള ആ പ്രോസസ്സിങ്ങും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്ത് അതിൻ്റെ പ്രോസസ്സിങ് കൂടെ സ്റ്റഡി ചെയ്തിട്ടാണ് റീറ്റെയിൽ പ്രോസസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് പ്രൊഡക്ട്സ്. പ്രൈസ് ദാറ്റ് കൺസ്യൂമർ ഈസ് പ്രിപ്പയർഡ് ടു പേ ഇൻ ഓൺലൈൻ പർച്ചേസിങ് ഈസ് നീഡ് ടു ബി കൺസിഡേർഡ്. അപ്പോൾ കൺസ്യൂമർ ഒരു ഓൺലൈൻ പർച്ചേസിങ് ചെയ്യുന്ന ആ ഒരു കൺസ്യൂമറിന് ഒരു പ്രൈസ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് റീറ്റെയിലർ ഡിറ്റർമിൻ ചെയ്യും. ദ നെക്സ്റ്റ് വൺ, പേയ്മെൻറ്റ് മോഡ്. അനദർ ഇഷ്യൂ റിലേറ്റിംഗ് ടു ഓൺലൈൻ റീറ്റെയിലിംഗ് ഈസ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓർ ബിൽസ്. An easy and convenient security oriented method should be designed for this purpose. അറിയാം, പേയ്മെൻറ്റ് മോഡ് പലതരത്തിലുണ്ട്. ഡെബിറ്റ് കാർഡ്, അതുപോലെ ഓൺലൈൻ പേയ്മെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. അങ്ങനെ ഏത് പേയ്മെൻറ്റ് മോഡാണോ അത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ മാർക്കറ്റ് പ്രസൻറ്റേഷൻ ഇഷ്യൂസ്. ദിസ് ഇൻവോൾവ് ഹൗ ഓൺലൈൻ ചാനൽ ക്യാൻ മേക്ക് അട്രാക്റ്റീവ് ആൻഡ് പോപ്പുലർ എമംഗ് പബ്ലിക്. എങ്ങനെയാണ് അവരുടെ ഒരു സൈറ്റ് പബ്ലിക്കിന് മോർ പോപ്പുലർ ആവുന്നത്, അട്രാക്റ്റീവ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ റീറ്റെയിലർ നോർമലായിട്ട് നോട്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ. റീറ്റെയിലിംഗ് ചെയ്യുമ്പോൾ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ടു ബി ഡിസൈൻ ആൻഡ് ഡെവലപ്പ് ടു ഇനേബിൾ ആൻഡ് ഈസി ഇൻ്റർഫേസ് ബിറ്റ്വീൻ റീറ്റെയിലർ ആൻഡ് കസ്റ്റമർ. റീറ്റെയിലറും കസ്റ്റമറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ മോഡിലാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എപ്പോഴും എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കണം. ദെൻ തേർഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടെലിവിഷൻ റീറ്റെയിലിംഗ്. ടെലിവിഷൻ ബേസ്ഡ് റീറ്റെയിലിംഗ് ഹാവ് ടു ബിക്കം എ പോപ്പുലർ മെത്തേഡ് ഓഫ് റീറ്റെയിലിംഗ്. കസ്റ്റമേഴ്സ് ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് പ്രൊഡക്റ്റ് പ്രൈസ് ത്രൂ കേബിൾ, ബ്രോഡ്കാസ്റ്റ് ആൻഡ് സാറ്റലൈറ്റ് മീഡിയ. ഇപ്പോൾ നമ്മളിപ്പോൾ ടെലിവിഷനിലൊക്കെ റീറ്റെയിലിംഗ് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് മോർ ഇൻഫർമേഷൻസ് പ്രൊഡക്റ്റിനെ കുറിച്ചും പ്രൈസിനെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ എളുപ്പമാണ്. ദ ടാർഗറ്റ് ഓഡിയൻസ് ഓഫ് ദീസ് കൈൻഡ്സ് ഓഫ് റീറ്റെയിലിംഗ് ആർ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഹൈ ഇൻകം ഏണിംഗ് ഗ്രൂപ്പ്സ്. The TV retailing, marketing and programming are divided into two different segments. Program are transmitted live and a host presents goods and convey information relating to the products including price, quality, features and benefits. അപ്പോൾ നമ്മൾ ടെലിവിഷൻ റീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് സെഗ്മെൻറ്റായിട്ട് ആ ടി വി റീറ്റെയിലിംഗ് മാർക്കറ്റിനെ തിരിച്ചിട്ടുണ്ട്. പ്രോഗ്രാംസ് ലൈവായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഹോസ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് കൺസ്യൂമേഴ്സിന് ഏത് വേണമെങ്കിലും അതിൽ പ്രൊഡക്റ്റ് ഏത് ഓപ്ഷൻ വേണമെങ്കിലും ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ലൈവായിട്ടുള്ള അവരുടെ ആപ്ലിക്കേഷൻസ് കാണാം, അല്ലെങ്കിൽ വ്യൂവേഴ്സിന് കോളിംഗ് ഫ്രീ ആയിട്ട് നമുക്ക് ടെലിഫോൺ കോൾ ചെയ്തിട്ട് ആ ഒരു ഫ്രീ ടെലിഫോൺ നമ്പർ, ഇപ്പം നാപ്റ്റോൾ ഇങ്ങനെ ഓർഡർ ചെയ്ത് ടി വിയിൽ കാണാറില്ലേ, നമ്മളൊരു ചാനലുണ്ട് നാപ്റ്റോളിൻ്റെ ചാനലിൽ അവരിങ്ങനെ ആ കമ്പനി ഓർഡർ ചെയ്യുന്ന കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്, സ്റ്റോക്ക് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഒന്നെങ്കിൽ ലൈവായിട്ട് അവരെ കോൾ ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ടാവും, ആ നമ്പർ വെച്ചിട്ട് നമുക്ക് അവരെ കോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ടെലിവിഷൻ റീറ്റെയിലിംഗ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് CD-ROM ബേസ്ഡ് ഷോപ്പിംഗ്. CD-ROM റെപ്രസെൻ്റ് എ ചീപ്പ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ടു ട്രഡീഷണൽ പ്രിൻറ്റഡ് കാറ്റലോഗ്. നമ്മൾ പണ്ടൊക്കെ നോട്ടീസ് അടിച്ച് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അതിന് പകരം CD ബേസ്ഡ് ഷോപ്പിംഗ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം.
CD-ROM റെപ്രസെൻ്റ് എന്ന് പറയുന്നത് ചീപ്പ് ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ്. These are very cheap compared to paper catalog. It has the multimedia capability and therefore sound, photos and full motion video to present product can be added to catalog. അപ്പോൾ നമ്മുടെ കാറ്റലോഗിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ടസ് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്കൊരു പ്രോസ്പെക്ടസ് കൂടെ കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു കാറ്റലോഗിൻ്റെ കൂടെ നമുക്കൊരു CD ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ ആ CDയിൽ കറക്റ്റ് ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ കസ്റ്റമേഴ്സ് കുറച്ചും കൂടെ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. CD വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത് അവർക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചില പ്രൊഡക്റ്റൊക്കെ വരുമ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടർ റിലേറ്റഡ് പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ CD അവർ വെച്ചിട്ടുണ്ടാവും കൂടെ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടും ഇൻഫർമേഷൻസ് എടുക്കാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ബേസ്ഡ് ഷോപ്പിംഗ്. ഓൺലൈൻ ബേസ്ഡ് ഷോപ്പിംഗ് നമുക്ക് ചെയ്യാം. ഓഫ് കോഴ്സ് അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. With the popularity of internet and world wide web, many retailing firms are adapting website as an effective media for retailing. Web-based retail outlets are cheap, easy to access and capable of making changes. ഓൺലൈൻ ബേസ്ഡ് ഷോപ്പിംഗ് ആകുമ്പോൾ നമുക്ക് www എന്ന് പറയുന്ന അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബിൽ നിന്ന് എന്ത് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഗുഡ്സ് ആർ ഡെലിവേർഡ് നെക്സ്റ്റ് ഡേ. നമുക്കറിയാം വിത്തിൻ എ പർട്ടിക്കുലർ ഡേറ്റ് നമുക്ക് റീറ്റെയിലേഴ്സ് നമുക്ക് കൊണ്ട് പ്രൊഡക്ട്സ് തരുന്നുണ്ട്. അപ്പോൾ മോറോവർ റീറ്റെയിലേഴ്സ് കോൺസെൻട്രേറ്റ് ദിയർ അറ്റൻഷൻ ടു സ്റ്റഡി ദ വേരിയസ് ആസ്പെക്ട് കൺസേണിങ് ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ഓഫ് കസ്റ്റമേഴ്സ് ടുവേർഡ്സ് ഓൺലൈൻ ഷോപ്പിംഗ്. അപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിലാണ് ഇപ്പോൾ നോർമലി കൂടുതൽ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺലൈൻ ബേസ്ഡ് ഷോപ്പിങ്ങിനെയാണ്. ഇൻ ജനറൽ ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഈസ് നെസസിയേറ്റഡ് ഫോർ ആൻ എഫക്റ്റീവ് ഓൺലൈൻ റീറ്റെയിലിംഗ്. ദേ ആർ: first one, the buyer contact the seller to purchase a product or service. Buyers can use telephone or email or web to contact the seller. ഇപ്പോൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബയ്യർ സെല്ലറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണ്. അത് നമുക്ക് ടെലിഫോൺ വെച്ചിട്ടോ ഇമെയിൽ വെച്ചിട്ടോ വെബ് വെച്ചിട്ടോ ചെയ്യാം. ദെൻ ദ വെൻഡർ ഇൻഫോം ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പോൾ വെൻഡർ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്താണെന്ന് പറഞ്ഞു തരുന്നു. ദെൻ തേർഡ് സ്റ്റെപ്പ്, ബയ്യർ ആൻഡ് സെല്ലർ മേ ഓർ മേ നോട്ട് എൻഗേജ് ഇൻ നെഗോഷിയേഷൻ. നമുക്ക് വേണമെങ്കിൽ അതിനൊരു നെഗോഷിയേഷൻ ചെയ്യാം, നമുക്കൊരു വിലപേശൽ നടത്താം. ഇഫ് സാറ്റിസ്ഫൈഡ് ദ ബയർ ഓതറൈസ് ദ പേയ്മെൻറ്റ് ടു ദ സെല്ലർ വിത്ത് ആൻ എൻക്രിപ്റ്റഡ് പേയ്മെൻറ്റ് കണ്ടെയ്നിങ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഓഫ് ദ അഗ്രീഡ് പ്രൈസ്. അപ്പോൾ ആ ഒരു നെഗോഷിയേഷനിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ബയർ ഒരു പേയ്മെൻറ്റ് അത് ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ടുള്ള ഒരു പ്രൈസ് അവർക്ക് കൊടുക്കും. ദ സെല്ലർ കോണ്ടാക്ട് ഹിസ് ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടു വെരിഫൈ ദ പേയ്മെൻറ്റ് ഡീറ്റെയിൽ ആൻഡ് കോണ്ടാക്ട് ബയേഴ്സ് ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ബില്ല് വെരിഫൈ ചെയ്യാനായിട്ട് പറയും. ദെൻ ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഗീവ്സ് എ ഗ്രീൻ സിഗ്നൽ ടു ഡെലിവർ ദ പ്രൊഡക്റ്റ്. അപ്പോൾ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കും. ഓൺ റിവ്യൂയിങ് ദ ഗുഡ്സ് ബയർ സൈൻ ആൻഡ് ഡെലിവേഴ്സ് ദ റിസീപ്റ്റ്. ദെൻ ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ്സ് ദ ട്രാൻസാക്ഷൻ. അപ്പോൾ ബയറിന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അതായത് ഈ റെസിപ്റ്റ് വെച്ചിട്ട് ഡെലിവർ ചെയ്യും. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടുന്നു. ദെൻ ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസ് അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഓൺലൈൻ ബേസ്ഡ് ഷോപ്പിംഗ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും ഓരോ പ്രൊഡക്റ്റും ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും. നിങ്ങളുടെ വീടുകളിൽ പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇ കൊമേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽസ് എന്ന് പറയാം. ദെൻ ലാസ്റ്റ് വൺ ആണ് ഓൺലൈൻ പബ്ലിഷിംഗ്. ഇലക്ട്രോണിക് പബ്ലിഷിംഗ് ഈസ് മോസ്റ്റ്ലി ബീയിങ് യൂസ്ഡ് ടു സപ്ലിമെൻറ്റ് ഡിമാൻഡ് ഫോർ പ്രിൻറ്റഡ് periodicals. Many publishers have now established facility to product electronic materials such as online database and online magazines for their customers. ഓൺലൈൻ പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ബുക്ക് എഴുതുന്നു, ആ ബുക്ക് നമുക്ക് ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്യാം. അല്ലെങ്കിൽ അതൊരു മാഗസിൻ എഴുതുന്നു, ആ മാഗസിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജനറൽ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ എഴുതുന്നു, അല്ലെങ്കിൽ ഒരു പോയം എഴുതുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും അങ്ങനെ ഉള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. അത് വെച്ചിട്ട് അവർ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റ് പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, എന്നിട്ട് പബ്ലിഷ് ചെയ്യുന്നു. ദർ ആർ വേരിയസ് പബ്ലിഷിംഗ് അപ്രോച്ചസ്. വൺ ഓഫ് സച്ച് അപ്രോച്ചസ് ഈസ് ഓൺലൈൻ ആർച്ചീവ് അപ്രോച്ച്. നമുക്ക് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൺലൈൻ അപ്രോച്ചിങ് ഉണ്ട്. ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഓൺലൈൻ ആർച്ചീവ് അപ്രോച്ചാണ്. എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഓൺലൈൻ ആർച്ചീവ് അപ്രോച്ച് ഈസ് ലൈബ്രറി കാറ്റലോഗ് ബിബ്ലിയോഗ്രാഫിക് ഡാറ്റാബേസ്. അറിയാം, ലൈബ്രറി കാറ്റലോഗ്സ് ഒക്കെ കാണുന്ന ഓൺലൈൻ സൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ ബിബ്ലിയോഗ്രഫിക് ഡാറ്റാബേസ് ഉള്ള സൈറ്റുകളുണ്ട്.
മോസ്റ്റ് ലൈബ്രറി ഹാവ് റീപ്ലേസ് ട്രഡീഷണൽ കാർഡ് കാറ്റലോഗ് വിത്ത് മോഡേൺ ഇലക്ട്രോണിക് ഓൺലൈൻ ബിബ്ലിയോഗ്രഫിക്കൽ ഡാറ്റാബേസ്. ഇപ്പം നോർമലി എല്ലാ ലൈബ്രറീസിലും ട്രഡീഷണൽ കാർഡല്ല കാണുന്നത്, ഈ മോഡേൺ ഇലക്ട്രോണിക് ബിബ്ലിയോഗ്രഫിക് ഡാറ്റാബേസ് ആണ്. പിന്നെ സെക്കൻഡ് നമുക്ക് പറയാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ഒരു അപ്രോച്ചാണ് ന്യൂ മീഡിയം അപ്രോച്ച്. ഇറ്റ് ഇൻക്ലൂഡ്സ് റിയൽ ടൈം ന്യൂസ് ഡെലിവറി, എഡ്യൂക്കേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. ദിസ് അപ്രോച്ച് ഈസ് മോർ ആക്സെപ്റ്റബിൾ ടു കൊമേഴ്ഷ്യൽ പ്രിൻറ്റ് പബ്ലിഷേഴ്സ് സച്ച് ആസ് മാഗസീൻസ് ദാറ്റ് പ്ലേസ്ഡ് ഇൻ എ വെബ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് ആൻഡ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ പ്രിൻറ്റ് പബ്ലിക്കേഷൻ. പ്രിൻ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് മാഗസീൻസ് പ്ലേസ് ചെയ്യാനൊക്കെ ആയിട്ട് ന്യൂസ് ഡെലിവറി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ചാനൽസ് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ചാനൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലൊക്കെ നമ്മുടെ മാഗസീനോ ആർട്ടിക്കിളോ പോയോ എന്താണോ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് അത് നമുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ എനദർ ഏരിയ എന്ന് പറയുന്നത് ഫുൾ ടെക്സ്റ്റ് ആൻഡ് ബിബ്ലിയോഗ്രഫിക് ഡാറ്റാബേസ്. നമുക്ക് ഫുൾ ടെക്സ്റ്റായിട്ട്, അതായത് ഒരു ബുക്ക് പോലെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. മെനി ഓൺലൈൻ പീരിയോഡിക്കൽ include traditional advertisement as well as icon which display an advertiser's logo and when clicked with a mouse send a user across the web to the advertiser's website. അപ്പോൾ നമുക്ക് ഒരു കുറഞ്ഞ ആക്സസ് ടൈമിൽ കുറഞ്ഞ ആക്സസ് ഫീയിൽ നമുക്ക് മെനി ഇൻഫർമേഷൻസ്, വാല്യുബിൾ ഇൻഫർമേഷൻസ് ഈസി ആയിട്ട് എഫക്റ്റീവായിട്ടും അഡ്വർടൈസ് ചെയ്യാൻ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാനായിട്ടാണ് നമ്മളിങ്ങനെ ഓൺലൈൻ പബ്ലിഷിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോർമലി ബുക്ക് റീഡ് ചെയ്യാനായിട്ട് ഓൺലൈൻ റീഡിങ് പറ്റും, അതുപോലെ തന്നെ എന്തെങ്കിലും മാഗസീൻസ് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആപ്ലിക്കേഷനാണ് ഇ കൊമേഴ്സ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ പബ്ലിഷിംഗ് എന്നുള്ളത് ഇ കൊമേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷനാണ്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് റിക്വയർമെൻറ്റ് ഓഫ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം, ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന റെസ്പോൺസീവ് വെബ് ഡിസൈൻ. നമ്മൾ ഏതെങ്കിലും HTML ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ നല്ല ടാഗ്സ് ഒക്കെ യൂസ് ചെയ്ത് മോർ കളർഫുള്ളായിട്ടുള്ളൊരു വെബ് പേജ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവണം. People must be able to browse the website and access information using any devices such as computer, laptop or smartphone without any difficulty. അപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോണിലായാലും കമ്പ്യൂട്ടറിലായാലും ലാപ്ടോപ്പിലായാലും കാണാൻ പറ്റുന്ന രീതിയിലുള്ള വെബ് പേജ് ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്ന അട്രാക്റ്റീവ് ആൻഡ് ഗുഡ് ലുക്കിംഗ് വെബ് ഡിസൈൻ. നമ്മുടെ വെബ്സൈറ്റ് കാണുമ്പോൾ നമുക്കറിയാം പല വെബ്സൈറ്റുകളിലും നമുക്ക് റീഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ടൈപ്പ് അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കണ്ടൻറ്റ് ഇല്ലാത്ത അങ്ങനെയുള്ള വെബ്സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെയല്ലാതെ നമ്മളുടെ വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ അട്രാക്റ്റീവായിട്ടും ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള വെബ് ഡിസൈൻ ആയിരിക്കണം. എ ഗുഡ് ലുക്കിംഗ് ആൻഡ് അട്രാക്റ്റീവ് ഓൺലൈൻ സ്റ്റോർ സപ്പോർട്ട് കസ്റ്റമേഴ്സ് ത്രൂ ഔട്ട് ദെയർ ബൈയിങ് ആക്ടിവിറ്റി ഫ്രം ഫസ്റ്റ് അറ്റംപ്റ്റിംഗ് എ കസ്റ്റമർ ടു ചെക്ക് ഇറ്റ് ഔട്ട് ടു ഇൻസ്പയറിംഗ് ദം ടു എക്സ്പ്ലോർ ദ സ്റ്റോർ ആൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ് ടു ഫൈനലി കൺവേർട്ടിംഗ് ദം ഇൻ ടു പർച്ചേസിങ്. അപ്പോൾ ആദ്യം വരുന്ന ഒരു കസ്റ്റമറിന് നല്ലൊരു ലുക്കും നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ് പേജും കണ്ടാൽ മാത്രമാണ് അവർ വീണ്ടും പർച്ചേസ് ചെയ്യാനായിട്ട് വരുള്ളൂ. അതുപോലെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ റിലയബിലിറ്റി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ വെബ് ഡിസൈൻ ആദ്യമായിട്ട് പറയുന്നത് നല്ല ഗുഡ് ലുക്കിംഗ് ആൻഡ് അട്രാക്റ്റീവ് ആയിരിക്കണം. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ക്വിക്ക് പേജ് ലോഡിംഗ്. ഓൺലൈൻ ഷോപ്പേഴ്സ് ഓൾവേസ് പ്രിഫർ കൺവീനിയൻസ് ആൻഡ് ദേ വോണ്ട് വെയിറ്റ് ഫോർ എ ലോങ് ടൈം ടു ലോഡ് ദ സൈറ്റ്. നമുക്കറിയാം എപ്പോഴും എല്ലാവരും നോർമലി ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യണം, സ്പീഡായിട്ട് കാര്യങ്ങൾ കിട്ടാവുന്നതാണ്. ആരും ഇങ്ങനെ സ്ലോ ആയിട്ട് ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ പേജ് ലോഡ് ചെയ്ത് വരാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് ആനിമേഷൻ വർക്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് സ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആ ഗ്രാഫിക് ഇമേജൊക്കെ ഡൗൺലോഡായിട്ട് വരേണ്ടി വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്വിക്ക് പേജ് ലോഡിങ് ആയിരിക്കണം എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് ആ ലോഡ് ടൈം ഒരുപാട് കോംപ്ലക്സ് ആയി കഴിഞ്ഞാൽ വിസിറ്റേഴ്സ് നമ്മളുടെ സൈറ്റിൽ നിന്ന് ലീവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അഡോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോബ് റീഡർ ഉണ്ട്, അഡോബ് അക്രോബാറ്റ് റീഡർ, അതുപോലെ PDF ഫയൽസുകൾ തരുന്നത് അഡോബാണ്. ദെൻ അവർക്ക് അഡോബ് വീവർ ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള അതിൽ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, സ്വിച്ച് ചെയ്യണം. അതായത് കുറച്ചിട്ട് നമ്മൾ നോർമൽ പെയിൻറ്റിങ്, അതായത് നോർമൽ പിക്ചേഴ്സൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോഡിങ്ങിൻ്റെ സമയം നമുക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആണ്. ആസ് മെനി പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആസ് പോസിബിൾ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ എ വെബ്സൈറ്റ്. നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുമോ, പ്രൈസ്, വേരിയസ് കളേഴ്സ്, അല്ലെങ്കിൽ ഇനി ഡിഫറെൻറ്റ് സൈസ് ചാർട്ട്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം.
ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെർച്ച് ആൻഡ് ഫിൽറ്റർ. നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വേണം. നമുക്കറിയാം നമ്മൾ എന്ത് സൈറ്റിൽ കയറിയാലും നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അവിടെ സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് റിസൾട്ട് മാച്ച് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയും വേണം. സം കസ്റ്റമേഴ്സ് നോ പ്രിസൈസ്ലി വാട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രൊവൈഡ് ദം വിത്ത് എ ഫോക്കസ്ഡ് ഷോപ്പിംഗ് അപ്രോച്ച് വിത്ത് സെർച്ചിങ് ആൻഡ് ഫിൽറ്ററിങ് ഫംഗ്ഷനാലിറ്റി. അതുപോലെ ഫിൽറ്റർ ചെയ്ത് വരാനും ഗ്രൂപ്പ് ചെയ്ത് വരാനും ഒക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമാണ് വിസിറ്റേഴ്സിന് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അവർ വീണ്ടും പർച്ചേസ് ചെയ്യാനായിട്ട് വരുള്ളൂ. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വീഡിയോസാണ്. എ പ്രൊഡക്റ്റ് വീഡിയോ ഈസ് ആൻ എക്സ്ട്രീംലി വാല്യുബിൾ കമ്മ്യൂണിക്കേഷൻ ടൂൾ ദാറ്റ് ഹെൽപ്സ് വിസിറ്റേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് പ്രൊഡക്റ്റ്. ഇപ്പോൾ നമുക്കറിയാം ചില സൈറ്റുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് വീഡിയോസ് കൊടുത്തിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്, ഇതിലെങ്ങനെയാണ് ബാങ്കിങ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഒരു ചെറിയ വീഡിയോസിൽ അവർ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ മോർ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഓരോ ട്രിക്സാണത്. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കസ്റ്റമർ റിവ്യൂ. കസ്റ്റമേഴ്സ് നമുക്കറിയാം വിസിറ്റേഴ്സ് ഓൾവേസ് ലൈക്ക് ടു ഹിയർ ഫ്രം പീപ്പിൾ ഹു ഹാവ് ഓൾറെഡി ബോട്ട് ദെയർ പ്രൊഡക്റ്റ് ടു സീ ഇഫ് ദ പ്രൊഡക്റ്റ് ഫിറ്റ്സ് ദെയർ ഡിസൈസ് ആൻഡ് എക്സ്പെക്റ്റേഷൻ. ഇപ്പോൾ ഒരു കസ്റ്റമർ പോകുമ്പോൾ അയാളുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കാനായിട്ടുള്ള കസ്റ്റമറിൻ്റെ റിവ്യൂ എടുക്കാനുള്ള ഒരു ഫീഡ്ബാക്ക് ഫോം നമ്മളെപ്പോഴും സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂ പ്രൊമോഷൻസ് ആണ്. എന്തെങ്കിലും നമുക്ക് ഒരു സൈറ്റിനെ കുറച്ചും കൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രൊമോഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാം. അതായത് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ കൊടുക്കാം. ഇപ്പോൾ 1 ഗെറ്റ് ഫ്രീ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വിസിറ്റേഴ്സിന് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് പറ്റും. ദെൻ പവർഫുൾ ഷോപ്പിംഗ് കാർട്ട്. എ ഷോപ്പിംഗ് കാർട്ട് ഈസ് നോട്ട് ജസ്റ്റ് എ പ്ലേസ് ഫോർ കസ്റ്റമേഴ്സ് ടു സ്റ്റോർ ഐറ്റംസ് പെൻഡിങ് ചെക്ക് ഔട്ട്. ഇറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ടച്ച് പോയിൻറ്റ് ദാറ്റ് ക്യാൻ ഡെലിവർ അഡീഷണൽ കോൺവെർസേഷൻ ഓപ്പർച്യൂണിറ്റി. നമുക്ക് വെറുതെ ജസ്റ്റ് വിസിറ്റ് ചെയ്ത് പോകുക എന്നുള്ളതല്ല നമ്മളുടെ വെബ്സൈറ്റ് ഉദ്ദേശിക്കുന്നത്. ഒരു പവർഫുൾ ഷോപ്പിംഗ് കാർട്ട്, നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടാൽ മാത്രമാണ് അവർ പർച്ചേസ് ചെയ്യുള്ളൂ. സോ നമുക്ക് ആ കാർട്ടിൽ എന്തൊക്കെ ഐറ്റംസ് അവർ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ചെയ്യാൻ ആയിട്ട് അവർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ടു കാർട്ട് എന്നുള്ളൊരു ഓപ്ഷനൊക്കെ വരും. അപ്പോൾ ആ ഓപ്ഷനൊക്കെ ഒരു പവർഫുൾ ഷോപ്പിംഗ് കാർട്ട് ഓപ്ഷൻ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ദ നെക്സ്റ്റ് എന്ന് പറയുന്ന സിമ്പിൾ ചെക്കൗട്ട്. A complicated or lengthy checkout process make customers abandon their shopping cart at the last minute. നമ്മൾ ഒരുപാട് ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്താണ് അടുത്ത പേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ പേജുകളും ഫോർമാറ്റുകളും ഒക്കെ കൂടുതൽ കോംപ്ലക്സിറ്റി തോന്നും. അപ്പോൾ കസ്റ്റമേഴ്സിന് അത് കീപ്പ് ചെയ്യാനായിട്ട് തോന്നില്ല, എപ്പോഴും വിസിറ്റ് ചെയ്യാനായിട്ട് തോന്നില്ല. സോ നമ്മൾ മാക്സിമം ചെക്കൗട്ട്സുകൾ കുറയ്ക്കുക, പക്ഷേ റിലയബിൾ ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലിയർ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ. നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ കമ്പനിയുടെ ഇൻഫർമേഷൻ കൊടുക്കുന്നത് എപ്പോഴും ക്ലിയർ ആയിട്ട് കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ പ്ലേസ് ചെയ്തിട്ടുണ്ടാവണം. അതിന് എന്തെങ്കിലും ഒരു എഫക്റ്റീവ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെ ചെക്കിങ്, അതായത് വേറെ എന്താ പറയുക ഡൗട്ട്സ് ഒന്നും വരാതെ കറക്റ്റായിട്ടുള്ള കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ. കസ്റ്റമേഴ്സ് ആർ ബെസ്റ്റ് ബ്രാൻഡ് ചാമ്പ്യൻ, സോ അലോ ദം ടു പ്രൊമോട്ട് ദ കമ്പനി ആൻഡ് പബ്ലിസൈസ് യുവർ പ്രൊഡക്ട്സ് ഓൺ ദെയർ സോഷ്യൽ മീഡിയ ചാനൽസ് ബൈ ഇൻക്ലൂഡിങ് സോഷ്യൽ ഷെയർ ബട്ടൺസ് ഓൺ വെബ് പേജസ്. അപ്പോൾ നമുക്കറിയാം കസ്റ്റമേഴ്സ് വന്ന് അവർക്ക് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ വേറെ പോസ്റ്റ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് നമ്മൾ അവിടെ കൊടുക്കുകയാണെങ്കിൽ അവരത് വേറെ സൈറ്റുകളിലേക്കും ഷെയർ ചെയ്യും. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം നമുക്കങ്ങനെ കൂട്ടാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയാസ് നമ്മളുടെ വെബ്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. സംടൈംസ് പ്രോഡക്റ്റ് ബോട്ട് ബൈ കസ്റ്റമേഴ്സ് ആർ നോട്ട് ആക്ച്വലി വാണ്ടഡ് ബൈ ദം. Therefore, it is necessary to make return procedure easy, which helps customers in competing purchase. നമുക്ക് ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ടാവണം. കാരണം എപ്പോഴും കസ്റ്റമേഴ്സിന് കിട്ടുന്ന പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ ഒരു റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് ഇൻഫർമേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യമായിട്ട് ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.